കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തിരിക്കുന്നത് അറിയില്ല. ഭക്തരെ അനുഗ്രഹിക്കാൻ അമ്പാടിയിലെ രൂപങ്ങളാണോ, അത് മറ്റു വല്ല രൂപങ്ങളാണോ, അതോ വേറെ ഏതെങ്കിലും ദേവീദേവന്മാരുടെ രൂപത്തിലാണോ, ഒന്നും അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ആ കളഭാലങ്കാരം എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നോക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പോയി നോക്കാം. അങ്ങനെ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ ഒന്ന് വന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് അത്തിമര ഗണപതിയെ ഒന്ന് വന്ന് തൊഴാം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തുള്ള അത്തിമര ഗണപതിയെ വന്ന് കണ്ട് തൊഴുത് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാം, കൊടിമരം കാണാം, വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ കേശവൻ, ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളിങ്ങനെ സ്വർണം കെട്ടിച്ചത് കാണാം. അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെ കാണാം. അതൊക്കെ കണ്ട് അവിടെയൊക്കെ തൊഴുത് അങ്ങനെ നമ്മൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ ഭാഗത്തേക്ക് നോക്കിയാൽ ആ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം, കെടാവിളക്ക് ഇങ്ങനെ കാണാം. ആ വലത് വശത്തെ ആദ്യത്തെ തൂണ് നോക്കിയിട്ടൊന്ന് നരസിംഹാവതാരത്തെ സ്മരിക്കുക. അങ്ങനെ അവിടെയും തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. നേരെ നമുക്ക് കാണാൻ കഴിയുന്നത് സർപ്പത്തിൻ്റെ തലകളാണ്. അങ്ങനെ നോക്കുമ്പോൾ കാളിയമർദ്ദന രൂപിയാണ് കേട്ടോ. അതിങ്ങനെ വളരെ ചെറിയൊരു ഉണ്ണി ഇങ്ങനെ പാമ്പിൻ്റെ തലയിലിങ്ങനെ ചവിട്ടി നൃത്തം ചെയ്യുക. അതാണ് കാഴ്ച. ഇടത്തെ കൈ കൊണ്ട് പാമ്പിൻ്റെ കാളിയൻ്റെ വാലിങ്ങനെ പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിലൊരു താമരപ്പൂവുണ്ട്. അങ്ങനെയാണ് കാഴ്ച. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കഴുത്തിലാണെങ്കിൽ ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല ഉണ്ട്, പിന്നെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തിരുമുടി കെട്ടിയിട്ടുണ്ട്. തിരുമുടി കെട്ടിയിട്ട് ആ പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. തിരുമുടി മാല 2 ഉണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ ഉണ്ടമാലയാണ്, ഉണ്ടമാല 2 ഉണ്ട്, അതും ഇങ്ങനെ വലുതായിട്ടുണ്ട്, വെളുത്ത പൂവ് തുളസി തെച്ചിയായിട്ട് ഇങ്ങനെ അതേപോലെ തന്നെ സമമായിട്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, അതേപോലെ താമരയൊക്കെ നല്ല രസമായിട്ടുള്ള താമര കേട്ടോ. ശരിക്കുള്ള താമരയെ കൊടുത്തിട്ടുണ്ട് കയ്യിൽ. നല്ല രസമായ അലങ്കാരം. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മളിപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. എല്ലാവരുടെയും മനസ്സ് അങ്ങോട്ട് വരിക. ആ മനസ്സ് കൊണ്ട് ഗുരുവായൂരപ്പനെ കാണുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിൽ നമ്മളെ പ്രാർത്ഥന എത്തും. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് തൊഴുത് ഇറങ്ങി സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ അങ്ങോട്ട് കിടന്ന സപ്തമാതാക്കളെ കണ്ട് തൊഴാം. സപ്തമാതാക്കളെ കണ്ട് തൊഴുത് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് പോവുക. ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വന്ന് തൊഴാൻ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. മുഖത്തൊക്കെ ഇങ്ങനെ കളവ ചാർത്തായിട്ടുണ്ട്, ചന്ദനം കൊണ്ടുള്ള ചാർത്ത്. അതേപോലെ നല്ലൊരു മാല, സ്വർണത്തിൻ്റെ മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ കൊമ്പ്, തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് ആ സരസ്വതി അറയിലേക്ക് നോക്കുക. പുതിയ ഫോട്ടോ ഉണ്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുകളിൽ മാല ഇട്ടിട്ടുണ്ട്, കടാവിളക്ക് കത്തി നിൽക്കണമുണ്ട്. അപ്പോൾ നമുക്ക് സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കാളിയമർദ്ദന രൂപം ഒക്കെ കണ്ട ആ ഒരു രൂപത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വരികയാണ്. അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിർ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമന രൂപത്തെയും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപത്തെയും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമുക്ക്
ആനന്ദശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെയും ധാരാളം പൂക്കളുണ്ട്, മാലകളൊക്കെ മുകളിൽ വിധാനമായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ കാൽപാദത്തിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നേരെ ഇങ്ങനെ നോക്കിയാൽ നരസിംഹരൂപിയെ കാണാം. അതും കണ്ട് തൊഴുത ഭീഷ്മരെയും ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ ഒക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന് ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ കൃഷ്ണനെയും കണ്ട് തൊഴുക. കൃഷ്ണൻ്റെ അവിടെ നിന്നൊരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ നേരെ ആ മുരുകൻ്റെ അടുത്ത് വരുമ്പോൾ ഭസ്മം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ വെളുത്ത മാലയുണ്ട്, മുല്ലമുട്ടുമാല. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒരു കുങ്കുമം കൊണ്ടിങ്ങനെ അഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്, ധാരാളം കുങ്കുമമുണ്ട്. പിന്നെ ഒരു ലിഖിതമാല ഉണ്ട്, ഒരു ചെറിയ വെറ്റിലമാലയുണ്ട്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കാളിയമർദ്ദന രൂപവും രാധാകൃഷ്ണനും ഒക്കെ കണ്ട് വെണ്ണക്കണ്ണനെയും കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ അപ്പുറത്ത് വന്ന് നമ്മൾ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ, കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ അതേപോലെ തന്നെ ഗ്രില്ലിന് അപ്പുറത്തേക്ക് നോക്കിയാൽ മണിക്കിണറും ആ നൃത്താറയിൽ ആ വിളക്ക് ഇങ്ങനെ കിടാവിളക്ക് ഇരുന്ന് കത്തുന്നത് കാണാം. അതൊക്കെ കണ്ട് നമുക്ക് അവിടുന്ന് ഇങ്ങനെ പോരാം. അങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വാസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരിക. പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങുക. അതിന് ശേഷം ഇടത്തരികത്ത് കാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരിക. ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ എന്താ വെച്ചാൽ അധികം തിരക്കേ ഇല്ല, സുഖമായിട്ട് ദർശനം. അങ്ങനെ മുഖമൊക്കെ അങ്ങനെ ചാർത്തിയിട്ടുണ്ട്, കളഭം കൊണ്ട്, ചന്ദനം കൊണ്ട് നല്ല വലിയ വട്ട പൊട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ണൊക്കെ എഴുതി നല്ല പൊട്ടൊക്കെ തൊട്ട് അതിസുന്ദരിയായിട്ടാണ് അമ്മ നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുന്നത്. അതേപോലെ ആ ശിവേലി വിഗ്രഹത്തിൻ്റെ മുകളിലും ഒക്കെ ധാരാളം പൂക്കൾ, മാലകളും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരിക. അങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടും തൊഴാം, ആ കിടാവിളക്ക് കാണാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. മുഖത്തൊക്കെ നന്നായിട്ട് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്ത് വന്നിട്ടുണ്ട്, എല്ലാ ഭാഗത്തും ചാർത്തിയിട്ടുണ്ട്. കയ്യും ഒക്കെ നന്നായിട്ട് ഫുള്ള് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ പാവം കൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. സ്വർണത്തിൻ്റെ മാല ചാർത്തിയിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട് അഭിഷേകത്തിന്. അപ്പോൾ ഭൂതനാഥനെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് അവിടുന്ന് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ കാളിയമർദ്ദന രൂപി ഇപ്പോൾ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ശ്രീലകത്തും കാളിയമർദ്ദന രൂപിയാണ്, കുളത്തിലെയും കാളിയമർദ്ദന രൂപിയെ കണ്ടു തൊഴാം. പിന്നെ നേരെ വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ട് അതൊന്ന് കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഭഗവതിയുടെ അവിടേക്ക് വന്ന് അവിടെയും തൊഴുത് കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി കാളിയമർദ്ദന രൂപിയെ ആ താമര നിൽക്കുന്ന നൃത്തം ചെയ്യുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലുള്ള
കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു, എല്ലാവരും കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.